ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്റഗ്രേഷൻ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യങ്ങളും ഒരു സഫലതയിൽ എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ആവശ്യത്തിനുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഇവിടെ കടക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റു പല കാര്യങ്ങളെയും ഉപേക്ഷിക്കാൻ സാധിക്കുന്നു. എനിക്കിത് വേണ്ട, എന്നിലേക്കിത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. നിങ്ങൾക്കതങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ദൈവികമായ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു. ഇതുവഴി നിങ്ങൾക്ക് പോസിറ്റീവായാലും നെഗറ്റീവായാലും ചില കാര്യങ്ങളെ ഒരേപോലെ കാണാനുള്ള കഴിവുണ്ടാകുന്നു. എങ്ങനെയാണ് ജീവിതത്തിൽ ഇനി മുന്നോട്ട് വരേണ്ടത്, നീ എന്ത് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളതെന്നുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ദൈവികമായ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. ഒരു ഡിവിനിറ്റി നിങ്ങളിൽ തന്നെ നിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ പാസ്റ്റ് ലൈഫ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട് പഴയ കാര്യങ്ങളെ വിട്ടുകളയണം എന്ന്. പഴയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നടന്നിട്ട് ഒന്നും സാധിക്കാനില്ല, ഒന്നും സാധിക്കുകയുമില്ല, ഒന്നും സാധിക്കാൻ പറ്റുകയില്ല, യാതൊരു പ്രയോജനവുമില്ല. പണ്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളെ ഓർത്തുകൊണ്ട് എപ്പോഴും വിഷമം അനുഭവിക്കുക, നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെ ഓർത്തിട്ട് വിഷമം അനുഭവിക്കുക. എന്തിന്? ഇതൊന്നും നിങ്ങൾക്ക് തിരിച്ചു വരുന്നില്ല എങ്കിൽ, ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു ലഭിക്കുകയില്ല എങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ എനർജി അവിടെ വേസ്റ്റ് ആക്കുന്നത്? അത് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മിസ്സറാണ് വന്നിരിക്കുന്നത്. കണ്ട് തിരിഞ്ഞു നോക്കുകയാണ്, ആരെങ്കിലും വരുന്നുണ്ടോ? ഇഷ്ടം പോലെ സ്വത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ സ്നേഹിക്കാൻ ഒരു വ്യക്തി ഇല്ല നിങ്ങളുടെ ലൈഫിൽ എങ്കിൽ അവിടെ ആ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ഇത് നിങ്ങൾക്ക് ധനവും സമ്പാദ്യവും ഒക്കെ ഉള്ള സമയത്ത് ആർക്കെങ്കിലും കൂടെ കൊടുത്തിട്ട് നിങ്ങൾ സ്നേഹിച്ചിരുന്നു എങ്കിൽ അല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും കുറച്ച് സ്നേഹമെങ്കിലും തരാനുണ്ടാകും. ഇവിടെ ഒന്നും ചെയ്യാതെ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് വെറുതെ പ്രതീക്ഷകളിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിശുക്കത്തരം കാണിച്ചുകൊണ്ട് ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇത് നിങ്ങളെ നല്ലൊരു ലൈഫിലേക്ക് നയിക്കുകയില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ വരുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാകുമ്പോൾ അത്യാവശ്യത്തിന് നിങ്ങൾ ഉപയോഗിക്കുക, എന്നിട്ട് എന്തെങ്കിലും ചെറിയ ഒരു സംഭാവന മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ ശ്രമിക്കുക. അവിടെയാണ് നിങ്ങൾക്ക് പിന്നീട് തിരികെ എവിടെ നിന്നെങ്കിലും ഒക്കെ സ്നേഹം ലഭിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ എക്സ്പീരിയൻസിങ് ആണ്. ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് തകർച്ചകൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ഇവിടെ നിന്നൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഒരു പാഠവും വെറുതെ ആവുന്നില്ല. ഒരു ലെസണും നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും പ്രയോജനം ചെയ്യുന്നതാണ്. ഓരോ പരാജയങ്ങളിൽ നിന്നും ഓരോ ലെസൺസ് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത്.
അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ലൈഫിലാണ് കുറേ സന്തോഷം ലഭിക്കുന്നത്. പല കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും. കാരണം എനിക്കിത് വേണ്ട, ഇത് വേണം, ഇത് കൊള്ളാമോ, അല്ലെങ്കിൽ ഇത് നല്ലതാണോ, ഇത് മോശമാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് സക്സസ്സിലേക്കും സമാധാനത്തിലേക്കും വരാൻ സാധിക്കും. അങ്ങനെ ആയിത്തീരും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം. ഒന്നും പഠിക്കാതെ, ഒരു അനുഭവവും ഇല്ലാതെ, ഒരു പാഠവും പഠിക്കാതെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് തകർച്ച? അവിടെ വീണ്ടും പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാവണം, ജീവിതത്തിൽ എക്സ്പീരിയൻസിങ് ഉണ്ടാവണം. അതാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായോ? അതിനായിട്ടാണ് ഓരോരോ തകർച്ചകളും ഓരോരോ വ്യക്തിക്കും യൂണിവേഴ്സ് കൊടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാത്ത ഒരു വ്യക്തിയും ഉണ്ടാവില്ല. നമ്മൾ കാണും, എല്ലാവരെയും പുറമേ കാണുമ്പോൾ വിചാരിക്കും അവർക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന്. പക്ഷെ അവരുടെ ഉള്ളിൽ അവരനുഭവിക്കുന്ന പ്രശ്നം അവർക്ക് മാത്രമേ അറിയാവൂ. അവരത് വെളിയിലേക്ക് പറയാൻ തുടങ്ങുന്നില്ല. അതാണ് ഇവിടെ ഇഷ്ടംപോലെ സമ്പാദ്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടംപോലെ ധനമുള്ള ഒരു വ്യക്തിക്ക് എന്താണ്, ഇവിടെ കൂട്ടിന് ആരുമില്ല, ഇവിടെ സ്നേഹം കൊടുക്കാൻ ആരുമില്ല. അങ്ങനെയാണെങ്കിലോ അവിടെയും ജീവിതത്തിൽ ഉള്ളിൽ വിഷമം അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നു. കണ്ടില്ലേ? ഇവിടെ ഓരോ കാര്യങ്ങളിലും പാഠം പഠിച്ച് മുന്നോട്ട് വരികയാണ്. ഈ ഒരു ജീവിതവും നിങ്ങളെ പ്രോഗ്രസ്സിലേക്ക് നയിക്കും. കുറച്ചു കാലം വിഷമത്തിലിരിക്കേണ്ടതായിട്ട് വരും, പക്ഷെ പിന്നീടുള്ള ലൈഫ് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തെ തരുന്നതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളും യൂണിവേഴ്സ് തരുന്നു എന്നുള്ളതാണ്. ഇവിടെ അഡ്വഞ്ചറാണ്. അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം പ്രയാസമുള്ള കാര്യങ്ങൾ മുൻപിൽ വന്നാലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ അഡ്വഞ്ചർ, ഈ ഒരു കുട്ടി കണ്ടില്ലേ, ഇവിടെ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുകയാണ് മുന്നോട്ട്. എങ്ങനെയാണ് ഈ ഒറ്റയ്ക്ക് നടന്നു നീങ്ങാൻ സാധിക്കുന്നത്? ഇവിടെ എക്സ്പീരിയൻസിങ് ഉണ്ട്. മനസ്സിലായ? അതുവഴി ദൈവാനുഗ്രഹം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പല കാര്യങ്ങളെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വിൽ പവർ ഉണ്ടാവുന്നു. പവർഫുൾ ആയ മുന്നോട്ട് വരാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ പവർഫുൾ ആവാൻ കൂടുതൽ പവർഫുൾ ആകാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ആ ധൈര്യം കിട്ടുന്നത്. മനസ്സിലായ? അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ പൊളിറ്റിക്സ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേരോട് നിങ്ങൾ തന്നെ ഇപ്പോൾ എന്താണ്, അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പഞ്ചാരവാക്ക് പറയും, പക്ഷെ പിന്തിരിഞ്ഞിരുന്നിട്ടോ അവരെക്കുറിച്ച് മോശമായിരിക്കും പറയുന്നത്. അത്തരം ഒരു സ്വഭാവം കൊള്ളില്ല. രണ്ടു മുഖം വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും പെരുമാറാൻ പറ്റില്ല. കുറച്ചു കാലത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റൂ. മുഖത്തൊരു മാസ്ക് ധരിച്ചുകൊണ്ട് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഉള്ളിൽ നിങ്ങൾ ആരെയെങ്കിലും കാണുമ്പോൾ വളരെ വലിയ പക, വിദ്വേഷം, അസൂയൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ വ്യക്തിയെ കാണുമ്പോൾ, ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ മുൻപിൽ എന്താണ്, പെട്ടെന്ന് ചിരിച്ചു കാണിക്കും, ചിരിച്ചുകൊണ്ട് നല്ലതുപോലെ വർത്തമാനം പറയുന്നു, അവരെ പുകഴ്ത്തി സംസാരിക്കുന്നു. പക്ഷെ ഉള്ളിലോ ഇത്തരത്തിലുള്ള പകയും അസൂയയും വിദ്വേഷവുമാണ്. അങ്ങനെ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയോടും പെരുമാറാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു മാസ്ക് ഉണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അഴിച്ചു മാറ്റണം. നിങ്ങളുടെ ഉള്ളിലുള്ളത് തന്നെ നിങ്ങളുടെ മുഖത്ത് വരണം. നിങ്ങളുടെ ഉള്ളിൽ ദൈവികമായ എനർജി ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്ത് എല്ലായ്പ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകും. മറ്റുള്ളവരോടുള്ള ആ പക ഒരിക്കലും പാടില്ല, ശത്രുത വെച്ച് പുലർത്താൻ പാടില്ല. അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ അസൂയ ഉണ്ടാവാൻ പാടില്ല. അവരെ കാണുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്യുക, കമ്പാരിസൺ ഒരിക്കലും പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഓരോരുത്തർക്കും, യൂണിവേഴ്സാണ് ഓരോരുത്തർക്കും ഓരോന്നും സമ്മാനിക്കുന്നത്. പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ളതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ ജന്മവും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും.
മനസ്സിലായോ? അപ്പൊ അതിന് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയോട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് തന്നതിനെല്ലായ്പ്പോഴും നിങ്ങൾ ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും ഉയർച്ച വരുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ, അവർ നല്ല വ്യക്തികളായിരിക്കും, അവരെ കാണുമ്പോൾ മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് ഞറങ്ങുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം. അതല്ല, ഒരു മാസ്കിട്ട് പെരുമാറുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം. മനസ്സിലായോ? അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കാർഡ് കൂടി എടുക്കാവേ. ഇവിടെ കോൺഷ്യസ്നെസ് ആണ്, കണ്ടില്ലേ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാകുന്നു. നിങ്ങൾക്കിവിടെ ബോധോദയം ഉണ്ടാകും. കാരണം നിങ്ങൾ എക്സ്പീരിയൻസിങ്ങിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ്. ചെറിയ ചില പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ മുഖത്തെ മാസ്ക് ഇപ്പോൾ അത് അഴിച്ചു മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കഴിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു നല്ല അവബോധത്തിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ബോധോദയം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങളെ അതാത് കാര്യങ്ങളെ അതാതിൻ്റെതായ എനർജി അനുസരിച്ച് വ്യക്തമാക്കാനും മനസ്സിലാക്കാനും എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ്, അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സക്സസ് ലഭിക്കുന്നു. കണ്ടില്ലേ? നിങ്ങൾക്ക് ഏത് കാര്യത്തിലും ഒരു അവബോധം ഉണ്ടാകുന്നു, തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. ബോധം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ബോധം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അവിടെ നിങ്ങൾക്ക് ദൈവികമായ ഒരു വാസം നിങ്ങൾക്ക് അവിടെയുണ്ട്, ദൈവികമായ എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഒരു ദൈവികത്വം അല്ലെങ്കിൽ ഒരു ഡിവിനിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്സിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അവിടെയാണ് നിങ്ങൾക്കൊരു വിജയിയായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ടാരോ കാർഡ്സ് കൂടി കുറച്ചൊന്ന് എടുക്കാവേ. ഇവിടെ സന്തോഷിക്കാനുള്ള വകയുണ്ടാകും. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്, കണ്ടില്ലേ? ഉള്ളിൽ പരിശുദ്ധി ഉണ്ടായെങ്കിൽ, ശുദ്ധമായ മനസ്സിനുടമയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും സന്തോഷിക്കാനുള്ള വകയുണ്ടാവും. ഹൃദയം തുറന്ന് ആനന്ദിക്കുക, ഹൃദയം തുറന്ന് സന്തോഷിക്കുക. എല്ലായ്പ്പോഴും എല്ലാവരെ കൊണ്ടും അത് കഴിയണമെന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരു എനർജി നിങ്ങൾക്ക് സ്വയം കൊണ്ടുവരാവുന്നതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും, ചിലപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവരുണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷം നേടിയെടുക്കാൻ സാധിക്കുന്നു. അല്ല എങ്കിൽ ഇന്ന് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വളരെയധികം പരിശുദ്ധി നിറഞ്ഞ ഒരു ഹൃദയമാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ, വളരെയധികം പരിശുദ്ധിയോടുകൂടിയാണ് നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്. ഹൃദയത്തിൽ കളങ്കമില്ലാതെയാണ് പെരുമാറുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ, സാമ്പത്തികം വന്നു ചേരും. അതുപോലെ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, എല്ലായ്പ്പോഴും നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്നൊരു വാക്ക് നിങ്ങൾ പലതവണ ഒരു ദിവസം പറഞ്ഞിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. യൂണിവേഴ്സ് നിങ്ങളെ കരുതും. മനസ്സിലായോ? ഒത്തിരി സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള മറ്റു പ്രയാസങ്ങളെല്ലാം ഒഴിവായി കിട്ടും. ഇവിടെ സമ്പത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ആർക്കെങ്കിലും ചിലപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യതയാവാം, ആർക്കെങ്കിലും നോക്കിയിരിക്കുന്ന സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയും ആവാം എന്നാണ് ഇവിടെ കാണുന്നത്. ഏസാണ്, ഒരു തുടക്കമാണ് വരാൻ പോകുന്നത്. സമ്പത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കത്
ശരിയാവുന്നത്. നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയും? എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതിനെല്ലാം നിങ്ങൾ എണ്ണി 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 നന്ദി പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാനുണ്ടെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഓരോ കാര്യത്തിനും ഒരു നല്ലൊരു പ്രഭാതം കാണാനുള്ള ഭാഗ്യം തന്നതിന് നന്ദി, കുടിജലം ലഭിക്കുന്നതിന് നന്ദി, ഒരു കിടന്നുറങ്ങാൻ ഒരു വീട് ലഭിച്ചതിന് നന്ദി, നല്ല ഒരു ആരോഗ്യമുള്ള ശരീരം ലഭിച്ചതിന് നന്ദി, നിങ്ങൾക്ക് സൗന്ദര്യം ലഭിച്ചതിന് നന്ദി, നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ലഭിച്ചതിന് നന്ദി, നിങ്ങൾക്ക് ആഭരണങ്ങൾ ലഭിച്ചതിന് നന്ദി, നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നതിന് നന്ദി. ഇതൊക്കെ നിങ്ങൾക്ക് ആരാണ് തരുന്നത്? ഇത് ദൈവികമായ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ പിന്നെ ഇതെല്ലാം നിങ്ങൾ കഴിച്ചുകൊണ്ട്, നിങ്ങൾ ഇതെല്ലാം വഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ രണ്ട് കൈയും നീട്ടി വാങ്ങിച്ചിട്ട് നിങ്ങൾ നന്ദി പറയാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി വരുന്നത്? അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും യൂണിവേഴ്സിന് നന്ദി പറയണം. മനസ്സിലായോ? എന്തെങ്കിലും സന്തോഷമുള്ള ചെറിയ ചെറിയ വാക്കുകൾ എവിടെ നിന്ന് കേട്ടാൽ പോലും അപ്പോഴും നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിരിക്കണം. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുന്നത്. മനസ്സിലായോ? ഇവിടെ കണ്ടില്ലേ, ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ജീവിതകാലം മുഴുവൻ സന്തോഷത്തിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സമ്പത്തിൻ്റെതായ എനർജി, സാമ്പത്തികത്തിന്റെ ഒരു തുടക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ സന്തോഷിക്കാനുള്ള അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇനി ബുദ്ധിമുട്ടിയാലും നിങ്ങൾക്ക് ഉത്സാഹപൂർവ്വം ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാനും ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു എനർജിയും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് ഇത് വേൾഡാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സഫലത, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് നേടിയെടുക്കാനുള്ളത്, അതൊക്കെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇത്. ആഗ്രഹിച്ചതൊക്കെ സഫലമാകുന്നു, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.